നിന്റെ ദിവ്യമാം കാരുണ്യം എനിക്കായി നീ ചൊരിഞ്ഞു. വചനം പലയിടങ്ങളിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വചനം മാത്രമല്ല, വചനമായി വന്ന ക്രിസ്തുവും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്. കൊറാസിൻ, ബെത്സൈദ, കഫർനാം, നിങ്ങൾ 3 പേർക്കും ദുരിതം. കാര്യം, ഈ 3 നാടും യഹൂദ പട്ടണമാണ്. ഈ യഹൂദ പട്ടണത്തിലാണ് യേശു ഡയറക്റ്റായിട്ട് യേശുവിനെ മിനിസ്റ്റർ ചെയ്തത്. യേശുവിനെ കണ്ടതും യേശുവിൻ്റെ വാക്ക് കേട്ടതും യേശുവിനെ അനുഭവിച്ചവരും ഈ യഹൂദരും യഹൂദ പട്ടണത്തിലെ 3 ആളുകളുമാണ്. എന്നാൽ യേശു കമ്പയർ ചെയ്യുന്ന മറ്റൊരു സ്ഥലമുണ്ട്. അതാണ് ടൈർ സീദോൻ. ഈ ടൈർ സീദോൻ്റെ പ്രത്യേകത, ഇത് രണ്ടും വിജാതീയ പട്ടണമാണ്. യേശു ആദ്യം മിനിസ്റ്റർ ചെയ്തത് യേശുവിൻ്റെ സ്ഥലത്ത് തന്നെയാണ്, യഹൂദരുടെ നാട്ടിൽ തന്നെയാണ്. പക്ഷേ യേശു പറയുന്നത്, നിങ്ങളോട് ഞാൻ ചെയ്ത അത്ഭുതവും പ്രവർത്തനവും വാക്കുകളും ടൈറിലോ സീദോനിലോ ചെയ്തിരുന്നെങ്കിൽ അവരെന്നെ അനുദപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി പ്രായച്ചിത്തം ചെയ്ത് തന്നെ. അപ്പോൾ ഒരു കാര്യം ഇതിൽ വ്യക്തമാണ്, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു 3 നാടുകൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1-2 വ്യക്തികൾക്കല്ല, വലിയൊരു സമൂഹങ്ങൾക്ക് തന്നെ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തൊരു വേദനയോടെയാണ് യേശുവിൻ്റെ ഈ വാക്കുകളൊക്കെ. ഇതൊരു പ്രവാചക ശബ്ദത്തോടെ യേശു പറയുമ്പോൾ യേശുവിൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന ചില മനുഷ്യരെയാണ് നമ്മളിന്ന് കാണുന്നത്. പ്രിയമുള്ളവരെയും, ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശുവിൻ്റെ മിനിസ്റ്റർ ഒരിക്കൽ പോലും നിർത്തിയില്ല. അതാണ് ഈ ഗോസ്പൽ നമുക്ക് കിട്ടേണ്ട ഒരു വെളിച്ചം. യേശു തൻ്റെ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അത്ര രീതിയിലുള്ള പ്രതിഫലം കിട്ടിയിട്ടില്ല. വിതച്ചതനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവൻ വിതയ്ക്കുന്നത് നിർത്തിയില്ല, വിതച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ഓർക്കേണ്ടത്, മനുഷ്യപുത്രൻ പോലും ഈ ഭൂമിയിൽ വന്നിട്ട് അവനെ കണ്ടിട്ട് പോലും മാനസാന്തരപ്പെടാത്ത, അവനെ കണ്ടിട്ട് പോലും വിശ്വസിക്കാത്ത വലിയൊരു ജനത ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളും ഇതുപോലെ അംഗീകരിക്കപ്പെടാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളും ഇതുപോലെ മനസ്സിലാക്കപ്പെടാത്ത നിമിഷങ്ങളും ഉണ്ടാകും. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനുശേഷം എന്തായി? യേശു വീണ്ടും പട്ടണങ്ങളിൽ നടന്ന് അവൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ടേയിരിക്കുക. ക്രിസ്തു നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യതയായി നിൽപ്പുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തേനിലും മധുരമാം യേശുവേ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ നീ വിടുവിച്ചു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ നീ മാർവോടു ചേർത്തു. എന്റെ കണ്ണീർ തുടച്ചു. തേനിലും മധുരമാം യേശുവേ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ. നിന്റെ ചങ്കിലെ രക്തം എനിക്കായി നീ ഒഴുക്കിയല്ലോ. പാമ്പിനെയും തേലിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നീ എനിക്ക് അധികാരം തന്നുവല്ലോ. തേനിലും മധുരമാം യേശുവേ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ.
ഭുജത്താൽ ദിനവും എന്നെ നീ വഴി നടത്തിയിടുന്നേ. നിന്റെ ദിവ്യമാം കാരുണ്യം എനിക്കായി നീ ചൊരിഞ്ഞു. തേനിലും മധുരമാം യേശുവേ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ.